ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ മണിക്കൂറുകളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും തിരുനാമത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരു അവസരം ലഭിച്ചത് ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സൃഷ്ടികളാകുന്ന നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് കർത്താവിനെ പാടി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നമ്മെ കരുതിയായ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി കരയേറ്റുവാനും ലഭിച്ചിരിക്കുന്നതായ നല്ല നിമിഷങ്ങൾക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം ശ്രവിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയതായ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതുന്നതായ ലേഖനത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. വലിയൊരു ദൗത്യം ദൈവം തൻ്റെ ദാസനെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. നീ ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിലും തിമോഥെയോസിനെ ഇപ്രകാരം വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും പൗലോസ് വിശ്വാസത്താൽ നിജപുത്രനായ തിമോഥെയോസ് എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഇപ്രകാരം എഴുതുന്നത്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത് നിജമെന്നതായ വാക്കിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ചിവിടെ പറയുന്നത് വിശ്വാസത്താൽ, പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസേ. ഇവിടെ ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മൈ ട്രൂ ചൈൽഡ് ഇൻ എ കോമൺ ഫെയ്ത്ത്. അപ്പോൾ വിശ്വാസത്താൽ, സത്യവിശ്വാസത്താൽ നിറഞ്ഞു നിൽക്കുന്നതായ എൻ്റെ പ്രിയപ്പെട്ടവനായ മകനെ തീത്തോസേ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് തീത്തോസിനോട് സംസാരിക്കുന്നത്. വലിയൊരു ദൗത്യം തീത്തോസിനെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലന് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സത്യത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. നിജപുത്രനായ തീത്തോസേ, നിജപുത്രനായ തീമോഥെയോസേ എന്ന് പറഞ്ഞുകൊണ്ട് സംബോധന ചെയ്യുമ്പോൾ സത്യത്തിൻ്റെ വ്യക്താവായിട്ട് അല്ലെങ്കിൽ സത്യവിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്നതായ പ്രിയ മകനെ എന്നുള്ളതായ സംബോധനയാണ് നമുക്കിവിടെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഏതൊരു പിതാവും അല്ലെങ്കിൽ ഏതൊരു മാതാവും ആഗ്രഹിക്കുന്നതായ വലിയൊരു കാര്യമാണ് മക്കൾ സത്യസന്ധരായിട്ട് വളരണം. അപ്പോൾ ഒരു മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്നതായ കാര്യം ഇവിടെ യോഹന്നാൻ്റെ ലേഖനത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനത്തോട് പറയുകയാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കില്ല. അപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലന് ആ സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതുകയാണ് നിജപുത്രനായ തീത്തോസേ. ആ തീത്തോസിന് വലിയൊരു ജോലി വലിയൊരു വേല ആ തീത്തോസിനെ ഫലമേൽപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ്. തീത്തോസിനെ എവിടെയാണ് പൗലോസ് അവിടെ ആക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തീത്തോസിനെ സംബന്ധിച്ച് 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തീത്തോസിനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ പ്രദേശമെന്ന് പറയുന്നത് 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനം ഉറപ്പെടുത്തുന്നത്. അപ്പോൾ തീത്തോസിനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ദേശമെന്ന് പറയുന്നത് ക്രേത്ത എന്നതായ ഭൂപ്രദേശത്താണ് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനെ അവിടെ ആക്കിയിരിക്കുന്നത്. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഒരു വലിയൊരു ഉത്തരവാദിത്വം ദൈവം തൻ്റെ ദാസനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. നമുക്ക് വേദപഠിതാക്കൾക്ക് സുപരിചിതമായ ഒരു സ്ഥലമാണ് ക്രേത്ത എന്ന് പറഞ്ഞ സ്ഥലം. ഈ ക്രേത്തയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ക്രേത്ത എന്നതായ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ വലിയൊരു ദ്വീപാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ 5-ാമത്തെ വലിയ ദ്വീപെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ക്രേത്ത എന്നതായ സ്ഥലത്തെ സംബന്ധിച്ച് അറിയപ്പെടുന്നത്. ഇത് ഈജിയൻ കടലിൻ്റെ തെക്കേ അറ്റത്ത് കുറുകെ കിടക്കുന്നതായ ഈ ദ്വീപിന് 250 കിലോമീറ്റർ നീളവും 11 മുതൽ 56 കിലോമീറ്റർ വീതിയുമുള്ളതായ ഒരു പ്രദേശമാണ് ക്രേത്ത എന്നതായ പ്രദേശം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ
ക്രേത്തയിലുള്ളതിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലൂടെ ഈ ക്രേത്തയുടെ പ്രദേശത്തെ സംബന്ധിച്ച് പല ഭാഗങ്ങളിലും വിവരിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയാണ്. ക്രേത്ത എന്നതായ പ്രദേശത്തെ സംബന്ധിച്ച് ദാവീദ് രാജാവ് രാജാവായി വാഴുന്നതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകന്മാരിൽ പലരും ക്രേത്തയിൽ നിന്നുള്ളതായ ആളുകളായിരുന്നുവെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പുതിയ നിയമസഭയിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ക്രേത്തയിലുള്ളതായ ആളുകളും ആ ദൈവത്തിൻ്റെ വചനം അവരുടേതായ ഭാഷയിൽ കേട്ടുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ സത്യവിശ്വാസം അല്ലെങ്കിൽ രക്ഷ എന്നുള്ളത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് എന്ന് ഉള്ളതായ സന്ദേശം ക്രേത്തയിലുള്ളതായ വിശ്വാസികളും പെന്തക്കോസ്ത് നാളിൽ അവരറിഞ്ഞിരുന്നുവെന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിനെ വിചാരണയ്ക്കായിട്ട് കൊണ്ടുപോകുന്നതായ സമയത്ത് റോമിൽ നിന്ന് പോകുന്നതായ വഴിക്ക് ആ ക്രേത്താദ്വീപിൻ്റെ മറപറ്റി സൽമോന ദേശത്തേക്ക് പോകുന്നതായ ഒരനുഭവം അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ പല ഭാഗങ്ങളിൽ ക്രേത്തയെ സംബന്ധിച്ച് വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. ഈ പ്രദേശത്താണ് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ ദൈവവേലയ്ക്ക് വേണ്ടി ഫലമേൽപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ ക്രേത്തയിലായിരിക്കുന്നതായ തീത്തോസിനോട് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നതായ ചില സന്ദേശങ്ങളാണ് ഇന്ന് പലക്കാലം ദൈവവചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ക്രേത്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവരുടെ കവിവരന്മാരിൽ ഒരാൾ തന്നെ അവിടെയുള്ളതായ ആളുകളുടേതായ ലക്ഷണം അദ്ദേഹം വിവരിക്കുകയാണ്. വേറൊരാൾ പറയുന്നതിലും ഭേദം നല്ലത് അവരിലുള്ളതായ ആൾ തന്നെ ആ ജനത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും പറയുമ്പോൾ അതായിരിക്കും ഏറ്റവും മൂല്യമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീത്തോസിൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ഇപ്രകാരം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നു. ക്രേത്തരെ സംബന്ധിച്ച് അവരാരായിരുന്നു, അവരുടെ പശ്ചാത്തലം എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ക്രേത്തര് സർവ്വത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരുമായ പെരുവയറന്മാരും എന്ന് അവരിൽ ഒരുവന് അവരുടെ വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ക്രേത്തരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയുള്ളവരാണെന്ന് അവരിലുള്ളതായ ഒരാൾ തന്നെ വ്യക്തമായിട്ട് പറയുകയാണ്. ക്രേത്തര് സർവ്വത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരുമായ പെരുവേറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ തന്നെ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ അവിടെയുള്ളതായ ആളുകളുടെ ചിന്തകളും അവരുടെ മനോഭാവവും അവരുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് വേദപുസ്തകത്തിലൂടെ അവരിലൊരാൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. എന്താണ്? ഒന്നാമതായിട്ട് പറയുന്നത് അവർ അസത്യവാദികളാണ്, സത്യത്തിന് ചെവി കൊടുക്കാത്തതായ ആളുകളാണ്. അതുപോലെ തന്നെ പറയുന്നു ദുഷ്ടജന്തുക്കൾ പറഞ്ഞാൽ ക്രൂര ജന്തുക്കളുടേതായ സ്വഭാവത്തോടുകൂടെ ജീവിക്കുന്നതായ ആളുകൾ, മനുഷ്യനെ കടിച്ചു കീറുന്നതായ മനോഭാവത്തോടുകൂടെ ജീവിക്കുന്നതായ സ്വഭാവത്തിനുടമകളായ ആളുകളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ വീണ്ടും പറയുന്നത് അവർ മടിയന്മാരാണ്. എന്ത് ചെയ്താലും എന്താണ് അവർക്കൊരു താല്പര്യമില്ലാത്തത് മടിയന്മാരായിട്ട് ഒരിടത്തിരിക്കുന്നതായ സ്വഭാവമുള്ളതായ ആളുകളാണ് അവരിൽ ഭൂരിഭാഗമെന്ന് ക്രേത്യരെ സംബന്ധിച്ച് അവരിലൊരാൾ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും പറയുന്നത് അവർ മടിയന്മാരായ പെരുവേറന്മാരും അത്രയെന്ന് അവരിൽ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. മടിയന്മാരും പെരുവേറന്മാരുമായിട്ടാണ് അവർ ചുമ്മാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായ ആളുകളെ സംബന്ധിച്ചാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഈ സ്വഭാവമുള്ളതായ ആളുകളുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥമായ സത്യവചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ദാസനായിരിക്കുന്നതായ തീത്തോസിനെ ആ ദേശത്തേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ തീത്തോസ് വലിയ വേല ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് നൽകുന്നതായ നിർദ്ദേശങ്ങളാണ് നമുക്ക് തിരുവചനത്തിലൂടെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഈ സാക്ഷ്യം നേർ തന്നെ, അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നീ കേട്ടതായ സാക്ഷ്യം സത്യമാണ്, അത് നേർ തന്നെയാണ്, അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്നതായ മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശ്വാസിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം പറയുകയാണ്, അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിട്ട് മാറുന്നതിന് വേണ്ടി യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്നതായ മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കുന്നതിന് വേണ്ടി
യഥാർത്ഥമായിട്ട് സത്യവചനത്തെ ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ദാസനെ ആ ദേശത്തേക്ക് അയക്കുമ്പോൾ അവർ സത്യത്തിന് ചെവി കൊടുക്കാതെ അവർ കേട്ടുകേൾവി മൂലവും അതുപോലെ പാരമ്പര്യ കഥകളും അതുപോലെ തന്നെ മാനുഷിക നിർമ്മിതമായ കഥകളൊക്കെ കേട്ടിട്ട് സത്യത്തിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ തക്കവണ്ണം അവരെ നീ കഠിനമായി തന്നെ ശാസിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദൈവദാസൻ്റെ വലിയൊരു ഉത്തരവാദിത്വമാണ് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ കഠിനമായിട്ട് തന്നെ ശാസിക്കുവാനായിട്ടുള്ളതായ ഒരു ഉത്തരവാദിത്വം ആ ദൈവദാസൻ്റെ മേൽ കിടക്കുകയാണ്. എന്നാൽ പലരും അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അല്ല അതിനോട് മറത്തു നിൽക്കുന്ന ഒരു മനോഭാവം കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഓരോ ദേശത്തും ദൈവം തൻ്റെ ദാസന്മാരെ അയക്കുന്നത് ആ ദേശത്തിലെ ജനത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ളതായ ആരോഗ്യത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അവരെ ആ ദേശത്തേക്ക് അയക്കുന്നത്. ഓരോ ശുശ്രൂഷകന്മാരും ആരെയും ദ്രോഹിക്കുവാൻ വേണ്ടി ഒരിടത്തേക്കും വരുന്നില്ല. മറിച്ച് മറ്റുള്ളവരിലുള്ളതായ അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരായിട്ട് നിൽക്കുന്നതായ ന്യൂനതകൾ കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കുവാനായിട്ടുള്ളതായ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം ഓരോ ശുശ്രൂഷകൻ്റെ മേലിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്, നീയെ അവരെ സത്യം ശ്രവിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അസത്യത്തിൽ നിന്ന് അവരെ പിന്തിരിക്കുന്നതിന് വേണ്ടിയും യഹൂദ കഥകളിൽ നിന്ന് അവരെ പിന്തിരിക്കുന്നതിന് വേണ്ടിയും മനുഷ്യനിർമ്മിതമായ കഥകളിൽ നിന്ന് അവരെ പിന്തിരിക്കുന്നതിന് വേണ്ടി നീ അവരെ കഠിനമായി തന്നെ ശാസിക്കുവാനായിട്ടുള്ളതായ നിർദ്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൈവത്തിൻ്റെ സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ന് അനേക ആളുകൾ അപ്രകാരം അന്ധവിശ്വാസങ്ങളിലൂടെ അനാചാരങ്ങളിലൂടെ പോകുന്ന ഒരു കാഴ്ച കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസം വലിയ വിലപിടിപ്പുള്ളതും സത്യവുമായ മൂല്യമുള്ളതായ വലിയൊരു വിശ്വാസത്തിനുടമയാണ് നാം ഓരോരുത്തരും. പക്ഷേ നാം അധിവസിക്കുന്നതായ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനേകരുടെ വിശ്വാസത്തിലേക്ക് കലരുന്നതായ ദുഃഖകരമായ ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇന്ന് ഇങ്ങനെയുള്ളതായ അസത്യവാദികൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സഭയിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് സമയം നോക്കുന്നവരുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ദൈവസന്നിധിയിലേക്ക് വരുന്ന സമയത്തൊക്കെ മറ്റുള്ളതായ ആളുകളുടെ ആലോചനകളൊക്കെ കേൾക്കുന്നതായ ഒരു കാഴ്ച കാണുകയാണ്. അല്ലെങ്കിൽ ഭവനത്തിലൊരു കാര്യം വരുമ്പോൾ അത് ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് പകരം മാനുഷ്യമായിട്ടുള്ളതായ അന്ധവിശ്വാസങ്ങളുടെ ഉടമയാളായിരിക്കുന്നതായ ആളുകളോട് ആലോചന ചോദിക്കുന്നതായ ഒരു കാഴ്ച. ഒരു ഉദാഹരണമായിട്ട് ഒരു വീട് പണിയുമ്പോൾ ആ വീട് പണിയുടെ പ്ലാനും പദ്ധതികളും ഒക്കെ ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവസ്ഥാനിൽ വെച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കണം. മറിച്ച് അതിന് പ്ലാൻ കൊണ്ടുവരുന്നതായ ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആശാരി അവരോടൊക്കെയാണെന്ന് ആലോചന ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കുന്നുവെന്നും. ഇന്ന് ആലോചന ചോദിക്കുന്നതും അവരുടെ വരുന്നതായ ആശാരിയുടെ വിശ്വാസം അനുസരിച്ചാണെന്ന് പല കാര്യങ്ങൾ നമ്മുടെ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നതായ ആളുകൾ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളത് അനുവദിച്ചുകൂടാ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആശാരിയുടെ വിശ്വാസത്തിലല്ല നിങ്ങൾ ഒരു ഭവനം പടുത്തുയർത്തേണ്ടത്. മറിച്ച് നിങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതായ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ ഭവനം നിങ്ങൾ പടുത്തുയർത്തേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നതായ തീത്തോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്, നീ അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് അവർ ഇന്നുവരെ അനുഷ്ഠിച്ചു വരുന്നതായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരെ നീ വളരെ കഠിനമായി തന്നെ അവരെ ശാസിക്കുവാനായിട്ട് അവനോട് കൽപ്പന ലഭിക്കുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്ന അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവദാസന്മാരോട് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു സന്ദേശമാണ് ഇപ്രകാരമാണ്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്ന ഇപ്രകാരമാണ്: പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്ക് ഭയത്തിനായിട്ട് എല്ലാവരും കേൾക്കെ ശാസിക്കുവാനായിട്ട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവരുടെ ഭയത്തിനായിട്ട് എല്ലാവരും കേൾക്കെ ശാസിക്കുവാനായിട്ട് പറയുകയാണ്. നമുക്കറിയാൻ സാധിക്കും, ഇന്ന് ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ശാസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോളെ നീ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ പറ്റാത്തതായ ഒരു സ്വഭാവ വൈകല്യമാണെന്ന് മനുഷ്യരിൽ കുടികൊള്ളുന്നത്. ആരും അത് ഏറ്റെടുക്കുവാനോ ഉൾക്കൊള്ളുവാനോ അത് തിരുത്തുവാനോ തയ്യാറാകാത്തതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്ക് ഭയത്തിനായിട്ട് എല്ലാവരും കേൾക്കെ ശാസിക്കുവാനായിട്ട്
അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയതായ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്നവനെ അവൻ്റെ പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് അവൻ്റെ പാപത്തെ മറച്ചു വെക്കാനായിട്ടല്ല ഒരു ദൈവത്തിൻ്റെ പൈതലെന്ന നിലയിൽ നാം ശ്രമിക്കേണ്ടത്. തെറ്റിനെ തെറ്റാണെന്ന് വളരെ വ്യക്തമായിട്ട് അവനെ ഓർമ്മപ്പെടുത്തുവാനും അത് തിരുത്തുവാനായിട്ടുള്ളതായ ഒരു നിർദ്ദേശം അവിടെ കൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നതായ തീത്തോസിനോട് ഓർമ്മപ്പെടുത്തുന്ന ഇപ്രകാരമാണ്. തീത്തോസിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഇവർ പറയുന്നത്, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാരും നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിൽ സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം. അതിനുവേണ്ടി നീ എന്താണ്? നീ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാനായിട്ടുള്ളതായ വലിയൊരു ദൗത്യമാണ് ദൈവം തൻ്റെ ദാസനായിരിക്കുന്നതായ തീത്തോസിനെ ഏൽപ്പിക്കുന്നതായ ഒരു കാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തീത്തോസിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. തീത്തോസിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും നമ്മളെല്ലാവരും ചിന്തിക്കുകയും നമ്മളെല്ലാവരും ധ്യാനിക്കുകയും ചെയ്യേണ്ടതായ ഒരു പ്രധാനപ്പെട്ടതായ ഒരു വാക്യം ഇതാണ്. ഇവിടെ പറയുന്നത്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത് വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിച്ചു കൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്താണ്? വിരോധി ഏതു സമയത്ത് നമ്മെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥമായിട്ട് സത്യവിശ്വാസം ഏറ്റെടുത്തു എന്ന് അറിഞ്ഞതായ നിമിഷം മുതൽ നിങ്ങളുടെ ചുറ്റും വിരോധി നിന്നുകൊണ്ട് നിങ്ങളുടെ ന്യൂനതകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇമ്പശബ്ദം ദൈവദാസനിലൂടെ നമ്മെ കേൾപ്പിക്കുന്ന പ്രകാരമാണ്, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഏത് കാര്യത്തിൽ എന്താണ്? നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. ഒരു കുടുംബത്തിൽ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് ആ കുടുംബത്തിലെ മക്കൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. ആ കുടുംബത്തിലെ മാതാപിതാക്കന്മാരുടെ വിശ്വാസമാണ് മക്കളെ അനുകരിക്കുന്നത്. മാതാപിതാക്കന്മാർ പള്ളിയിൽ പോയിട്ടില്ല എങ്കിൽ മക്കളും പള്ളിയിൽ പോകത്തില്ല. മാതാപിതാക്കന്മാർ പള്ളിയിലെ ന്യൂനതകളും ക്രൂശങ്ങളും ഭവനത്തിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് കുട്ടികൾ ഏറ്റെടുത്ത് അവരുടെ വിശ്വാസത്തെ ബാധിച്ചിട്ട് അവർ പള്ളിയിൽ വരാതിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ മാതൃകയുള്ളവരായിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് മാതൃകയുള്ളവരായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്ന പോലെ വിരോധി നമ്മെക്കുറിച്ച് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കിക്കൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മൾ കർത്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് കർത്താവിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അപ്രകാരം നല്ല മാതൃകയോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ വീണ്ടും തീത്തോസിലൂടെ ദൈവത്തിൻ്റെ ദാസൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ വലിയ സന്ദേശം ഇതാണ്. കാരണം എന്താണ്? നമ്മൾ സകലത്തിനും മാതൃകയായി കൊള്ളുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതലുള്ളതായ തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കവിടെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളെല്ലാത്തിനും മാതൃകയായിട്ട് നിൽക്കേണ്ടത്? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിൻ്റെ കൃപ ഉദിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിൻ്റെ കൃപ ഉദിച്ചുവല്ലോ. എല്ലാ മനുഷ്യരും വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ, ഭാഷകൾക്കതീതമായി, സംസ്കാരങ്ങൾക്കതീതമായി, രാജ്യങ്ങൾക്കതീതമായിട്ട് മാനവരാശിയെ മുഴുവനും സ്വർഗത്തിലെ ദൈവം രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് തൻ്റെ പൊന്നോമന പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിൻ്റെ കൃപ ഉദിച്ചുവല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ട് തീരുന്നതിന് വേണ്ടി നമ്മെ ദൈവത്തിൻ്റെ വചനം നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്
ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് നാം ഓരോരുത്തരും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ആ മഹനീയമായ തേജസ്സിനെ കാത്തിരിക്കുന്നതായ പ്രിയപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നാം മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് നിൽക്കുന്നതായ നാം ഓരോരുത്തരും പ്രപഞ്ചമോഹങ്ങളും അതുപോലെ തന്നെ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രതിഷ്ഠയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ വീണ്ടെടുക്കപ്പെട്ടവരോട് ദൈവത്തിൻ്റെ വചനത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ ഈ ലോകത്തിൽ എന്താണ് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാനായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ധകാരമലിനമായ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പാപത്തിന്മേൽ പാപം പെരുകുന്നതായ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് പ്രകാരമാണ്, നീ എവിടെയായിരുന്നാലും എന്താണ് സുബോധത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നതായ നമ്മൾ ഏത് മേഖലയിൽ ചെന്നാലും സുബോധത്തോടുകൂടെ സത്യത്തെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് സമൂഹത്തിൽ സുബോധം നഷ്ടപ്പെട്ടതായ അനുഭവത്തിലാണ് അനേക ആളുകളും ജീവിക്കുന്നത്. ഞാൻ ആരെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതായ കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നതായ ഒരനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരു പക്ഷേ നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടതായ അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ വീണ് പോകാതെ, അല്ലെങ്കിൽ ചുറ്റുമുള്ളതായ വിശ്വാസത്തിൽ അന്ധവിശ്വാസത്തിൽ അടിമപ്പെട്ടു പോകാതെ, നിങ്ങളെ വിളിച്ചവനായ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക് ദൈവം നിങ്ങളെ ആക്കിയെന്നുള്ളതായ ഒരു സുബോധത്തോടുകൂടി നിങ്ങൾ ജീവിപ്പാനായിട്ട് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കാരണം നാം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നമ്മൾ എവിടെയായിരുന്നാലും സുബോധത്തോടുകൂടി ജീവിപ്പാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ ദൈവത്തിൻ്റെ വചന പ്രകാരം രേഖപ്പെടുത്തുന്നത്, കർത്താവ് യേശുക്രിസ്തു ഉപമയിലൂടെ സംസാരിച്ചപ്പോൾ ഒരു പിതാവിനുണ്ടായ 2 മക്കളുടേതായ ആ ഉപമയിൽ കർത്താവ് സാക്ഷീകരിക്കുമ്പോൾ, ഒരു ഇളയ മകന് ധൂർത്തുപുത്രന് തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം വാങ്ങിയിട്ട് അവനവൻ്റേതായ കൂട്ടുകാരോടൊത്ത് ആ സമ്പത്തുകളെല്ലാം ചെലവഴിച്ച് അവൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും അകന്നകന്നു പോയി. അവൻ ഏകനായിട്ട് നിൽക്കുന്ന സമയത്ത് അവനൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വാവിട്ട് കരയുന്നതായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ വേദപുസ്തകം പറയുന്നു, അപ്പോഴാണ് അവന് സുബോധം വന്നത്. ആ സുബോധം വന്നതായ സമയത്താണ് അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്. ആ പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ വേലക്കാർ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ജീവിക്കുന്നതെന്ന് ആ മനുഷ്യന് സുബോധം വന്നപ്പോൾ, ആ സുബോധം വന്നതായ അവസ്ഥയിൽ അവൻ മടങ്ങി വരുന്നതായ ഒരു അനുഭവം നമുക്കവിടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു വലിയൊരു അനുഭവമാണ്. നാം ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചമോഹങ്ങളെ വർജിക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഭക്തിവിരുദ്ധമായിട്ടുള്ളതായ കാര്യങ്ങളിലൊന്നും നമ്മളാരും ഏർപ്പെടരുത്. നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്നതായ യാതൊരു വിധമായ നടപടിക്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടരുത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ സുബോധത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. വീണ്ടും പറയുന്നത്, ദൈവത്തിൻ്റെ സുബോധത്തോടും നീതിയോടും കൂടെ ജീവിക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. എന്താണ് നീതി? ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ് യഥാർത്ഥമായ നീതി എന്ന് പറയുന്നത്. അത് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ അതിൽ ബോധം വരുത്തി തരികയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ വചനത്തെങ്കിൽ നമ്മളായിരിക്കുമ്പോൾ സുബോധത്തോടും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചും അതുപോലെ തന്നെ ദൈവഭക്തിയോടും കൂടെ ജീവിപ്പാനായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വപ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, ആ ധൂർത്തുപുത്രൻ്റെ സുബോധം വന്നതായ സമയത്ത് അവന് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ പിതാവ് 2 കരവും നീട്ടി അവനെ സ്വീകരിച്ചതുപോലെ
നാം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പരിപൂർണമായിട്ട് മടങ്ങി വരുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇരുകരങ്ങൾ നീട്ടി നമ്മെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കമുള്ളവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഭാഗ്യകരമായ ആ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതായ ദൈവത്തിൻ്റെ ജനം തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനത്തിലൂടെ രണ്ടാം ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എത്ര വിശുദ്ധിയും ജീവനും ഭക്തിയുമുള്ളവരായിരിക്കാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് അവൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എത്രമാത്രം വിശുദ്ധിയോട് ഭക്തിയോടും കൂടി അവരായിരിക്കുവാനായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ്. അങ്ങനെയാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഈ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കർത്താവ് കള്ളനെ പോലെ വരുമെന്നല്ല പറയുന്നത്. പിന്നെയോ കർത്താവിൻ്റെ ദിവസമോ കർത്താവിൻ്റെ വരവ് ഏത് സമയത്തെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തതായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്ന് കാണുന്നതായ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകയും ഭൂമിയും അതിലുള്ളതായ പണികൾ വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളവയാകയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. ഇന്ന് കാണുന്നതൊക്കെ എന്താണ്? ചുട്ടഴിഞ്ഞു പോകാനായിട്ടുള്ളതായ വസ്തുക്കളാണ് നമ്മുടെ മുൻപിലുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ ആ വരവെങ്കിൽ ആ ദൈവത്തിൻ്റെ മക്കൾ എത്രമാത്രം ഭക്തിയോടുകൂടിയാണ് അവരായിരിക്കേണ്ടത്. ഇന്ന് നാം അധിവസിക്കുന്ന സമൂഹത്തിൽ ദൈവഭക്തി കുറഞ്ഞു, ആ ദൈവത്തോടുള്ളതായ സ്നേഹവും ബഹുമാനവും എല്ലാം കുറയുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്കറിയാം ഇന്ന് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് അവർ കൂടുതൽ ഉണർന്ന് ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടതായ ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ കാണുന്നതായ ഈ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളവയായിരിക്കാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ വരവെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടതായ വിശുദ്ധന്മാരെ കർത്താവ് ചേർക്കുവാനായിട്ട് കടന്നു വരുന്നതായ സമയത്ത് ഈ കാണുന്നതായ കാഴ്ചകളൊക്കെ എന്താണ്? ഈ ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങി പോകുന്നു എന്നുള്ളതായ മൂലപദാർത്ഥങ്ങളൊക്കെ തീക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ ഒരു കാഴ്ച കാണുകയാണ്. എന്നാൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ആ സമയത്തൊക്കെ അനേക ആളുകൾ നിലവിളിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത്, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു, പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സംസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിന്, സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിനെന്ന് അവർ വിളിച്ചു പറയുകയാണ്. അവരുടെ മഹാകോപ ദിവസം വന്ന് ആർക്ക് നിൽപ്പാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു സംഭവം ഈ ലോകത്തിലേക്ക് നടക്കുവാൻ പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തെ പ്രത്യാശയുള്ളതായ ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം ചേർക്കുന്നതായ സമയത്ത് അനേക ആളുകൾ പാറകളോടും മലകളോടും ഞങ്ങളുടെ മേൽ വീഴുവിന് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നതായ ഒരനുഭവം വരാനാണ്. ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും പാറകളോടും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിന്, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ
കാണാതെ വണ്ണം ഞങ്ങളെ മറപ്പിനെന്ന് പറയുന്നതായ വലിയ ഒരു നിലവിളി ശബ്ദം നമുക്കവിടെ ശ്രമിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ജീവിക്കുന്നതായ കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, എന്നാൽ കർത്താവിൽ പ്രത്യാശയുള്ളതായ ദൈവത്തിൻ്റെ മക്കളെ ദൈവം ചേർക്കാനായിട്ട് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നതായ തീത്തോസിനെ ഓർമ്മപ്പെടുത്തിയതുപോലെ, തീത്തോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ ജനത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നീ പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തിയോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തോട് അറിയിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ഈ ലോകത്തിനൊരു നാശമുണ്ട്. ഈ ലോക ജനതയ്ക്കൊരു നൈവിധ്യമുണ്ട്. വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനത്തെ കർത്താവ് ഒരുക്കുന്നതായ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതായ ഒരു സുദിനം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് പത്രോസിൻ്റെ അപ്പോസ്തലൻ്റെ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുമ്പോൾ, അവിടെ പത്രോസ് അപ്പോസ്തലന് ഓർമ്മപ്പെടുത്തുന്നത് തൻ്റെ ജനത്തോട് അരുളി ചെയ്യുന്നതായ വലിയൊരു സന്ദേശം നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനത്തോട് പറയുകയാണ്, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്നതായ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിൽ അല്പായുസ് മാത്രമുള്ളതായ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ഒരുമിച്ച് 1000 വർഷം നാം സ്വർഗത്തിൽ വാഴുന്നതിന് ശേഷം വീണ്ടും നമുക്ക് വേണ്ടി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗത്തിൽ ദൈവം ഉണ്ടാക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്നതായ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശ അതായിരിക്കണം. ക്രേത്യരെ പോലെ ഈ ലോകത്തിന് അനുരൂപമായിട്ട് ചിന്തിക്കാതെ, അവർ ഈ ലോകത്തിന് ഇമ്പമായ കാര്യങ്ങൾ അവർ ചിന്തിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ അസത്യവാദികളുടെ കൂട്ടു നിൽക്കുകയും ക്രൂര ജന്തുക്കളുടെ സ്വഭാവമുള്ളവരും മടിയന്മാരും പെരുവേറന്മാരുമായിട്ട് തങ്ങളെ തന്നെ പോഷ്കായിട്ട് അവർ കാണുന്നതായ ആളുകളുടെ കൂട്ടത്തിലല്ല നമ്മൾ കാണുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിലുള്ള വലിയൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്നതായ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് നാം കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മൾ അത്രമാത്രം ഈ ഭൂമിയിൽ വിശുദ്ധിയുള്ളതായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ദൈവത്തോടുള്ള ഭക്തിയും നമ്മളെ ഒരു വിശുദ്ധിയുള്ളതായ ഒരു ജീവിതം നയിപ്പാനായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ഈ കാണുന്നതൊക്കെ നൊടി നേരത്തിനുള്ളിൽ കത്തി അമരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, ഇവിടെ ഈ ലോകത്തിലൊന്നും ശാശ്വതമായ കാര്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭൂമികുലുക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മളെ കരളലിയിപ്പിക്കുന്നതായ വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ബഹുനില കെട്ടിടങ്ങൾ സെക്കൻഡിനുള്ളിൽ നിലം പതിക്കുകയും ഭൂമിക്കടിയിലേക്ക് പോവുകയും അനേക ജീവനുകൾ ആ കെട്ടിടത്തിനടിയിലേക്ക് വീണു പോവുകയും ചെയ്യുന്നതായ കാഴ്ച നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഏതാണ്ട് 8 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവനുള്ളതായ ഒരു ശരീരം തുടിക്കുന്ന ജീവൻ്റെ തുടിപ്പുള്ളതായ ശരീരം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് പോകുന്നതായ ഒരു കരളലിയിക്കുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഇന്ന് കാണുന്നതൊക്കെ അഴിഞ്ഞു പോകും. ഒരു നൊടി നേരത്തിനുള്ളിൽ ഇതെല്ലാം നിലം പരിചാകുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രത്യാശയുണ്ട്. അവൻ നീതി വസിക്കുന്നതായ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് അവൻ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി കാത്തിരുന്നുകൊണ്ട് ആ നിത്യത കൈവരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ളതായ വലിയ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.